ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ദ്വിതീയോധ്യായഃ. രണ്ടാമത്തെ അധ്യായത്തിൽ ഗജേന്ദ്രൻ ഗജകാമുനികളോടൊത്ത് ജലക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ദൈവവശാൽ ഒരു മുതല വന്ന് പിടികൂടിയതും അത് പിടിവിടാഞ്ഞതുമൂലം മനസ്സിൽ ഭഗവത് സ്മരണയുണ്ടായതും വർണ്ണിക്കുന്നു. ശ്രീശുക ഉവാച. ഒന്നാമത്തെ ശ്ലോകം. ആസീത് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുതഃ ക്ഷീരോദേന ആവൃതഃ ശ്രീമാൻ യോജനാശതം ഉച്ഛ്രിതഃ. ഹേ രാജൻ, ക്ഷീരോദേന പാൽക്കടലിനാൽ ആവൃതഃ ചുഴലപ്പെട്ടതും യോജനാശതം 100 യോജനയോളം ഉച്ഛ്രിതഃ പൊക്കമുള്ളതും ശ്രീമാൻ സർവസമൃദ്ധിയുള്ളതും ത്രികൂടഃ ഇതി വിശ്രുതഃ ത്രികൂടം എന്ന പേരിൽ വിഖ്യാതവുമായ ഗിരിവരഃ ആസീത് ഒരു മഹാപർവ്വതം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ശ്ലോകം. താവതാ വിസ്തൃതഃ പര്യക് ത്രിഭിഃ ശൃംഗൈഃ പയോനിധിം ദിശഃ ഖം രോജയൻ ആസ്തേ രൗപ്യായസ ഹിരൺമയൈഃ. പര്യക് ചുറ്റുപാടും, താവത അത്രയും കൊണ്ട്, വിസ്തൃതഃ പരപ്പിൽ കിടക്കുന്ന ആ പർവ്വതം, രൗപ്യ ആയസ ഹിരൺമയൈഹി രൗപ്യം എന്നാൽ വെള്ളി, ആയസം അയസം ഇരുമ്പ്, ഹിരൺമയം സ്വർണം എന്നീ ലോഹങ്ങൾ കൊണ്ടുള്ള ത്രിഭിഹി ശൃംഗൈഹി 3 കൊടുമുടികളാൽ, പയോനിധിം സമുദ്രത്തെയും, ദിശഃ ദിക്കുകളെയും, ഖം ആകാശത്തെയും, രോചയൻ പ്രകാശമാനമാക്കിക്കൊണ്ട്, ആസ്തേ നിലകൊള്ളുന്നു. അപ്പോൾ ഈ ത്രികൂട പർവ്വതത്തിന് ചുറ്റുമായിട്ട് അതേപോലെ തന്നെ വെള്ളി, ഇരുമ്പ്, സ്വർണം എന്നീ ലോഹങ്ങൾ കൊണ്ടുള്ള 3 കൊടുമുടികൾ ഉണ്ട്. ഈ കൊടുമുടികളുടെ പ്രകാശം കൊണ്ട് സമുദ്രവും ആ ദിക്കുകളും ഒക്കെ പ്രകാശമാനമായിട്ട് നിലകൊള്ളുന്നു. ഇനി അങ്ങോട്ട് ഈ പർവ്വത നിരകളുടെയും അതിനു ചുറ്റുമുള്ള ആ സ്ഥലങ്ങളുടെയൊക്കെ വർണ്ണനകളാണ്. നമുക്ക് ജീവിതത്തിൽ പ്രയോജനകരമാകുന്നതും ഒപ്പം ഭഗവാനെ കുറിച്ചൊരു സ്മരണ ഉള്ളിൽ ഉണർത്തുന്നതുമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 19 ശ്ലോകം വരെ ഈ വർണ്ണനകൾ തന്നെയാണ്. പർവ്വതങ്ങൾ, അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ, പിന്നെ ആ പർവ്വതങ്ങളിലും ചുറ്റും ഒക്കെ വിലസിക്കുന്ന പുഷ്പങ്ങളുടെ പേരുകൾ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നു. അത്ര മാത്രമേ അതിലുള്ളൂ. ഇനി 20ാമത്തെ ശ്ലോകം. തത്ര ഏകദാ തദ്ഗിരി കാനനാശ്രയഃ കരേണുഭിഃ വാരണയൂഥപഃ ചരൻ സ കണ്ഠകാൻ കീചക വേണുവേത്രവത് വിശാലഗുൽമം പ്രരുജൻ വനസ്പതീൻ. തത്ര ഇങ്ങനെയുള്ള ആ ത്രികൂട പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഏകദാ ഒരിക്കൽ തദ്ഗിരി കാനനാശ്രയഃ ആ ഗിരിക്ക് ചുറ്റുമുള്ള, പർവ്വതത്തിന് ചുറ്റുമുള്ള വനത്തെ തന്റെ വാസസ്ഥാനമാക്കിയിരുന്ന വാരണയൂഥപഃ ഒരു ഗജസംഘത്തലവൻ, സ കണ്ഠകാൻ വനസ്പതീൻ മുള്ളുള്ള വൻമരങ്ങളെയും, കീചക വേണുവേത്രവത് മുളകളും ഓടകളും ചൂരലുകളും ഉള്ള വിശാല ഗുൽമം പെരുത്ത കുറ്റിക്കാടിനെയും പ്രരുജൻ തകർത്തുകൊണ്ട്, കരേണുഭിഹി ചരൻ പിടിയാനകളോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ത്രികൂട പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള വനത്തിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഗജേന്ദ്രൻ താമസിക്കുന്നത്. ആ സംഘത്തലവനായിട്ട് അങ്ങനെ വിഹരിച്ച് നടക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറയുന്നത്. 21ാമത്തെ ശ്ലോകം. യത് ഗന്ധമാത്രാത് ഹരയഃ ഗജേന്ദ്ര
വ്യാഘ്രാദയോ വ്യാളമൃഗാഹ സഖഡ്ഗാഹ മഹോരഗാഹ ച അപി ഭയാത് ദ്രവന്തി സ ഗൗരകൃഷ്ണാഹ ശരഭാഹ ചമര്യഃ. ഈ ഗജേന്ദ്രന്റെ യത് ഗന്ധമാത്രാത്, ഗജേന്ദ്രന്റെ ഗന്ധമേറ്റാൽ തന്നെ ഹരയഃ ഗജേന്ദ്രാഹ സിംഹങ്ങളും മറ്റ് ഗജവീരന്മാരും സഖഡ്ഗാഹ കാണ്ടാമൃഗങ്ങൾ ഉൾപ്പെടെ വ്യാഘ്രാദയഃ കടുവ തുടങ്ങിയ ഹിംസമൃഗങ്ങളും സ ഗൗരകൃഷ്ണാഹ വെളുത്തവയും കറുത്തവയുമായ ശരഭാഹ എട്ടടി മാനുകളും ചമര്യഃ ചമരിമാനുകളും മഹാ ഉരഗാഹ വലിയ ഇഴജന്തുക്കൾ പോലും ഭയാത് ദ്രവന്തി പേടിയാൽ ഓടി ഒളിക്കുന്നു. ഇനി ഗജേന്ദ്രനെ കണ്ട് ഓടി ഒളിക്കുന്ന മറ്റ് മൃഗങ്ങളുടെ പേരുകളാണ് 22ാമത്തെ ശ്ലോകത്തിലുള്ളത്. ചെന്നായ്ക്കൾ, പന്നികൾ, കാട്ടുപോത്തുകൾ, ഇങ്ങനെയെല്ലാം ആ ഒരു പ്രാന്തപ്രദേശത്തുള്ള മൃഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 23, 24 ശ്ലോകങ്ങളിലായിട്ടാണ് ചൂട് കാരണം താമര പൊയ്കയിലേക്ക് ഇറങ്ങിയതിന്റെ വിശേഷങ്ങൾ പറയുന്നത്. സഘർമ്മതപ്തഃ കരിഭിഃ കരേണുഭിഃ വൃതഃ മദച്യുത് കളഭൈഃ അനുദ്രുതഃ ഗിരിം ഗരിംണാ പരിതഃ പ്രകമ്പയൻ നിഷേവ്യമാനഃ അളികുലൈഃ മദാശനൈഃ. 24 സരോനിലം പങ്കജരേണുരൂഷിതം ജിഘ്രൻ വിദൂരാത് മദവിഹ്വലേക്ഷണഃ വൃതഃ സ്വയൂഥേന തൃഷാർദിതേന തത് സരോവരാഭ്യാസം അധ അഗമത് ദ്രുതം. കരിഭിഹി കൊമ്പന്മാരാലും കരേണുഭിഹി പിടികളാലും പിടിയാനകളാലും വൃതഃ ചുറ്റപ്പെട്ടവനായി കളഭൈഹി അനുദ്രുതഃ കുട്ടിയാനകളാൽ അനുധാവനം ചെയ്യപ്പെട്ടവനായും മദച്യുത് മദനീരൊഴുക്കുന്നവനും മദവിഹ്വലേക്ഷണഃ മദം നിമിത്തം വിവശമായ ദൃഷ്ടിയോടുകൂടിയവനും ആയിട്ടുള്ള സഹ ആ ഗജേന്ദ്രൻ മദാശനൈഹി മദജലം നുകരുന്ന അളികുലൈഹി വണ്ടിൻ കൂട്ടങ്ങളാൽ നിഷേവ്യമാണഃ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ടും, അതായത് ഈ ഗജേന്ദ്രന്റെ മുഖത്ത് നിന്ന് ഒഴുകുന്ന ആ മദജലം കുടിക്കാനായിട്ട് വണ്ടുകൾ ഇങ്ങനെ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നുകരാൻ അവരും വരുന്നു എന്ന രീതിയിലാണ് വണ്ടിൻ കൂട്ടങ്ങളും അകമ്പടി സേവിക്കുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഗറിംന തന്റെ ആ വലുപ്പം കൊണ്ട് ഗിരിം പരിതഃ പർവ്വതത്തിന്റെ പരിസരത്തെ പ്രകമ്പയൻ കിടിലം കൊള്ളിച്ചുകൊണ്ടും സഞ്ചരിച്ച് ഘർമ്മതപ്തഃ വേനൽ ചൂടാൽ തപിപ്പിക്കപ്പെട്ടവനായപ്പോൾ പങ്കജരേണുരൂഷിതം താമരപ്പൂമ്പൊടി ചിതറിക്കലർന്ന സരോനിലം കുളിർക്കാറ്റിനെ വിദൂരാത് ജിഘ്രൻ ഒട്ടകലെ നിന്ന് തന്നെ മണത്തറിഞ്ഞ്, അതായത് ആ ആനയ്ക്ക് ഗന്ധം വരികയാണ്. ഒരുപാട് താമരപ്പൂക്കൾ ഉള്ള ഒരു പൊയ്ക അടുത്ത് തന്നെ ഉണ്ട് എന്നൊരു ഗന്ധം മൂക്കിലടിച്ചു. അതിന് കാരണം താമരപ്പൂമ്പൊടി ചിതറിക്കലർന്ന കുളിർക്കാറ്റിങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ തൃഷ ദാഹം കൊണ്ട് അർദ്ദിതേന വലഞ്ഞ സ്വയൂഥേന തന്റെ സംഘത്താൽ വൃതഃ പരിവൃതനായിട്ട് തത് സരോവര അഭ്യാസം ആ പൊയ്കയുടെ അടുക്കലേക്ക് അധ ദ്രുതം അഗമത് തിടുക്കത്തിൽ ചെന്നു ചേർന്നു. 25ാമത്തെ ശ്ലോകം. വിഗാഹ്യ തസ്മിൻ അമൃതാംബു നിർമ്മലം ഹേമാരവിന്ദോത്പല രേണുവാസിതം പപൗ നികാമം നിജ പുഷ്കരോദ്ധൃതം ആത്മാനമദ്ഭിഃ സ്നപയൻ ഗതക്രമഃ. തസ്മിൻ വിഗാഹ്യ അതിലിറങ്ങിയിട്ട് ഹേമ അരവിന്ദ ഉത്പലം തങ്കത്താമരകളുടെയും ആമ്പലുകളുടെയും രേണുവാസിതം കേസരങ്ങളാൽ മണം കലർന്നതും നിർമ്മലം തെളിമയുള്ളതുമായ അമൃതാംബു അമൃതം പോലെ നല്ല തെളിനീരുള്ള ആ ജലത്തെ നിജ പുഷ്കരോദ്ധൃതം തന്റെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്ത് നികാമം പപൗ യഥേഷ്ടം പാനം ചെയ്തു. എന്നിട്ട് അദ്ഭിഹി വെള്ളം കൊണ്ട് ആത്മാനം സ്വശരീരത്തെ സ്നപയൻ നനച്ച്
ഗതക്ലമഹ, ക്ഷീണം വിട്ടവനും ആയി തീർന്നു. 26 ശ്ലോകം. സ്വപുഷ്കരേണ ഉദ്ധൃത ശീകരാംബുഭിഃ നിപായയൻ സംസ്നപയൻ യഥാഗൃഹി ഘൃണീകരേണൂഃ കളഭാശ്ച ദുർമദോ ന ആചഷ്ട കൃച്ഛ്രം കൃപണഃ അജമായയ. ദുർമദഃ, ദുരഹങ്കാരിയായ അവൻ, ഘൃണി എന്നാൽ കനിവുള്ള ഗൃഹനാഥനാണ്. ഇവിടെ ദുരഹങ്കാരി എന്ന് പറഞ്ഞാൽ തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് നടക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ദുരഹങ്കാരി എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു നല്ല ഗൃഹനാഥനാണ്. ഗൃഹനാഥൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. യഥാ സ്വപുഷ്കരേണ, തൻ്റെ തുമ്പിക്കരത്താൽ ഉദ്ധൃതം കോരിയെടുത്ത ശീകരാംബുഭിഹി, ശീതള ജലം കൊണ്ട്, കരേണൂഹു കളഭാഞ്ച, പിടിയാനകളെയും കുഞ്ഞിയാനകളെയും, നിപായയൻ കുടിപ്പിച്ചും, സംസ്നപയൻ അവയെ കുളിപ്പിച്ചും കൊണ്ടിരിക്കവേ, അജമായയ, അജൻ ഈശ്വരൻ, ഈശ്വരന്റെ മായയാൽ, കൃപണഃ ദയനീയമാം വിധം മോഹിതനായി ഭവിച്ച്, കൃച്ഛ്രം ന ആചഷ്ട, വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ആലോചിച്ചതേ ഇല്ല. 27 ശ്ലോകം. തം തത്ര കശ്ചിത് നൃപ ദൈവചോദിതഃ ഗ്രാഹഃ ഗ്രാഹോ ബലീയാഃ ചരണേ രുഷാ അഗ്രഹീത് യദൃച്ഛയാ ഏവം വ്യസനം ഗതോ ഗജോ യഥാ ബലം സഹ അതിബലോ വിചക്രമേ. ഹേ നൃപ, തത്ര തം അവിടെ അവനെ, ബലീയാൻ ഊക്കനായ, കശ്ചിത് ഗ്രാഹഃ ഒരു മുതല, ദൈവചോദിതഃ ദൈവേച്ഛയാൽ പ്രചോദിതനായിട്ട്, രുഷാ ചരണേ അഗ്രഹീത് രോഷത്തോടെ ആ ഗജേന്ദ്രന്റെ കാലിന്മേൽ പിടികൂടി. യദൃച്ഛയാ ഏവം വ്യസനം ഗതഃ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ആപത്തിലേക്ക് നീങ്ങിയ, അതിബലഃ സഹ ഗജഃ ബലശാലിയായ ആ ഗജേന്ദ്രൻ ആദ്യമൊക്കെ ഇതിനെ നിസ്സാരമാക്കി, യഥാബലം തന്റെ ശക്തിക്കനുസരിച്ച് ആ മുതലയിൽ നിന്ന് പിടി വിടിവിക്കുവാൻ വിചക്രമേ വെപ്രാളം കൂട്ടി. ഇത് എനിക്ക് പരിഹരിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് ആദ്യമൊക്കെ കുതറിയും അതിനെ പിടിവിടുവിക്കാനൊക്കെ പരമാവധി ശ്രമിച്ചു. 28 ശ്ലോകം. തഥാ ആതുരം യൂഥപതിം കരേണവഃ വികൃഷ്യമാണം തരസാ ബലീയസാ വിചുക്രുഷുഃ ദീനധിയഃ അപരേ ഗജാഃ പാർഷ്ണിഗ്രഹാഃ താരയിതും ന ച അശകൻ. ബലീയസാ തരസാ, കരുത്തനായ ശത്രുവിനാൽ ഊക്കോടെ, വികൃഷ്യമാണം വലിച്ചിഴയ്ക്കപ്പെട്ടുകൊണ്ട്, തഥാ ആതുരം ആകെ അവശനായി തീർന്ന തങ്ങളുടെ യൂഥപതിം സംഘത്തലവനെ നോക്കി, ദീനധിയഃ ദീനഭാവം കലർന്ന കരേണവഃ പിടിയാനകൾ, വിചുക്രുഷുഹു വളരെയധികം ആക്രോശിച്ചു. മാത്രമല്ല ഈ ഗജേന്ദ്രന്റെ അവസ്ഥ കണ്ട്, പാർഷ്ണിഗ്രഹാഃ സഹായത്തിനെത്തിയ അപരേ ഗജാഃ മറ്റുള്ള ആനകൾ, താരയിതും രക്ഷപ്പെടുത്തുവാൻ ന അശകൻ ച ശക്തരായതും ഇല്ല. അപ്പോൾ കൂടെയുള്ളവരൊക്കെ തന്നെ രക്ഷിക്കും എന്ന ആത്മവിശ്വാസം, ആദ്യം തന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്കെങ്കിലും തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ നിലവിളിക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല. 29 ശ്ലോകം. നിയുധ്യതോഹോ ഏവം ഇഭ ഇന്ദ്ര നക്രയോഹോ വികർഷതോഹോ അന്തരതോ ബഹിഹി മിഥഃ സമാസഹസ്രം വ്യഗമൻ മഹീപതേ സ പ്രാണയോഹോ ചിത്രം അമംസത അമരാഹ. ഹേ മഹീപതേ, ഇഭേന്ദ്ര നക്രയോഹോ, ഇഭം എന്നാൽ ആന, ആനയുടെ ഇന്ദ്രൻ എന്നാൽ ഗജേന്ദ്രൻ, ആ ഗജേന്ദ്രനും നക്രയോഹോ നക്രവും, അന്തരതഃ ഉള്ളിലേക്കും, ബഹിഹി പുറമേക്കും, മിഥഃ വികർഷതോ തമ്മിൽ തമ്മിൽ വലിച്ചിഴച്ചുകൊണ്ട്, ഏവം നിയുധ്യതോഹോ
ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ സഹസ്രം സമാഹവ്യഗമൻ 1000 സംവത്സരം കഴിഞ്ഞുപോയി എന്നാണ്. എന്നിട്ടും ഇവർക്ക് രണ്ടുപേർക്കും പ്രാണാപായം വന്നില്ല എന്നത്, അവരപ്പോഴും സപ്രാണയോഹോ പ്രാണനോടുകൂടി ഇരിക്കുന്നു എന്നത് ദേവന്മാർക്ക് പോലും വിചിത്രമായിട്ട് ആശ്ചര്യമായി തോന്നി. അതാണ് അമരാഹ ചിത്രം അമംസത. ഇതെന്തൊരാശ്ചര്യമെന്ന് ദേവന്മാർ പോലും ചിന്തിച്ചു. 30-ാമത്തെ ശ്ലോകം. തതോ ഗജേന്ദ്രസ്യ മനോബല ഔജസാം കാലേന ദീർഘേണ മഹാൻ അഭൂത് വ്യയഃ വികൃഷ്യമാണസ്യ ജലേ അവസീതതോ വിപര്യയഃ അഭൂത് സകലം ജലൗകസഃ. ജലേ വികൃഷ്യമാണസ്യ, ഇങ്ങനെ വെള്ളത്തിൽ വലിച്ചിഴയ്ക്കപ്പെട്ട് അവസീതതഃ തളർന്നുകൊണ്ടിരുന്ന ഗജേന്ദ്രസ്യ, ആ ഗജേന്ദ്രന്റെ മനോബല ഓജസ, മാനസികമായ ഉത്സാഹത്തിനും ദേഹബലത്തിനും ഇന്ദ്രിയ ശക്തിക്കും ഇത്രയും കാലം യുദ്ധം ചെയ്തതിനാൽ അല്ലെങ്കിൽ ആ പിടിവലി നടത്തിയതിനാൽ ദീർഘേണ കാലേണ, ഇത്രയും ദീർഘിച്ച കാലം കൊണ്ട് തതഃ മഹാൻ വ്യയഃ അഭൂത്, അങ്ങനെ വലിയൊരു നാശം സംഭവിച്ചു. അതേസമയം ജലൗകസഹ, വെള്ളത്തിൽ ജീവിക്കുന്ന മുതലയ്ക്ക് സകലം വിപര്യയഃ അഭൂത്, മുതലയ്ക്ക് ഇതൊക്കെ നിസ്സാരമായിരുന്നു. കാരണം മുതല വെള്ളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം നേരെ വിപര്യയഃ, വ്യത്യസ്തമായി ഭവിച്ചു. എന്ന് വെച്ചാൽ മുതലയ്ക്ക് ഓജസ് കൂടുകയാണ് ചെയ്തത്, ഗജേന്ദ്രന് ഇതെല്ലാം കുറയുകയാണ് ചെയ്തത്. 31-ാമത്തെ ശ്ലോകം. ഇത്തം ഗജേന്ദ്രഃ സഹ യഥാ ആപ സങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ അപാരയൻ ആത്മവിമോക്ഷണേ ചിരം ദധ്യൗ ഇമാം ബുദ്ധിം അധ അഭ്യപദ്യത. ഇത്തം, ഇപ്രകാരം, ദേഹി, ശരീരം മാത്രമേ ബാക്കിയുള്ളൂ, അതായത് ഓജസ് പോയി നഷ്ടപ്പെട്ടു, തളർന്ന അവശനായി, അങ്ങനെയുള്ള സഹ ഗജേന്ദ്രഃ യദൃച്ഛയാ, ഓർക്കാപ്പുറത്ത്, യഥാ, എപ്പോഴാണോ, തൻ്റെ പ്രാണസ്യ സങ്കടം, പ്രാണനെ സംബന്ധിച്ച അപായ ഭീതി, അതായത് താൻ ഇപ്പോൾ മരിച്ചു പോകും, ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന ഒരു ഭീതിയെ പ്രാപിച്ചത്, അപ്പോൾ ആത്മവിമോക്ഷണേ, തന്നെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഷയത്തിൽ അപാരയൻ, അശക്തനായി, വിവശഃ, അവശനായിട്ട്, ചിരം ദധ്യൗ, ഒട്ടേറെ നേരം ചിന്തിച്ചു. അതുവരെ തൻ്റെ ശക്തിയിൽ അത്ര വിശ്വാസമായിരുന്നു, അതാണ് ഇത്രയും നാൾ പൊരുതിയത്. പക്ഷെ അവസാനം മനസ്സിലായി ഇനി രക്ഷയില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യും, എൻ്റെ ശക്തി ഇനി ഇവിടെ പ്രവർത്തിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അഥ ഇമാം ബുദ്ധിം, ഏതാദൃശമായ ആത്മബോധത്തിലേക്ക് എത്തിച്ചേർന്നു. ഏത് രീതിയിലുള്ള ആത്മബോധത്തിലാണ് എത്തിച്ചേർന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ആത്മബോധം എന്തായിരുന്നു, ഏത് തരത്തിലുള്ള ആത്മബോധമാണ് ഗജേന്ദ്രൻ ഉണ്ടായത്? 32-ാമത്തെ ശ്ലോകം. നമാം ഇമേ ജ്ഞാതായ ആതുരം ഗജാഹ കുത കരിണ്യ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുഹു ആവൃതഃ അപി അഹം ചത്തം യാമി പരം പരായണം. ആതുരം മാം, അവശനായ എന്നെ, എൻ്റെ ജ്ഞാതയഃ, ബന്ധുക്കളെന്ന് അല്ലെങ്കിൽ കൂട്ടാളികളെന്ന് ഞാൻ കരുതിയ ഇമേ ഗജാഹ, ഈ കൊമ്പനാനകൾ, മോചിതും ന പ്രഭവന്തി, എന്നെ ഈ മുതലയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശക്തരാകുന്നില്ല. അവർക്കേ സാധിക്കാത്തത് കരിണ്യഃ കുതഃ, പിന്നെ ഈ പിടിയാനകൾക്ക് സാധിക്കുന്നതെങ്ങനെ? വിധാതുഹു, വിധിയുടെ, ഗ്രാഹേണ, മുതലയുടെ ആകൃതിയിലുള്ള, നക്രാകൃതിയിലുള്ള, പാശേന, കൊലക്കയറിനാൽ, ആവൃതഃ അപി, വരിഞ്ഞു കുടുക്കപ്പെട്ടവനെന്നിരിക്കലും ഞാൻ, പരായണം, എല്ലാവർക്കും ആശ്രിതനായിട്ടുള്ള, തം പരം യാമി, ആ പരമപുരുഷനെ ഇതാ ആശ്രയിക്കുന്നു. ഇനി താൻ ആശ്രയിക്കുന്ന പരമപുരുഷന്റെ മഹത്വം ഒരു ശ്ലോകം കൊണ്ട് പറയുകയാണ്. 33-ാമത്തെ ശ്ലോകം.
യഹ കശ്ചന ഈശഃ ബലിനഃ അന്തക ഉരഗാത് പ്രചണ്ഡവേഗാത് അഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാത് മൃത്യുഃ പ്രധാവതി അരണം തം ഈമഹേ. പ്രചണ്ഡവേഗാത് അത്യുഗ്രമായ വേഗം ഹേതുവായിട്ട് ഭൃശം അഭിധാവതഃ അത്യധികം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ബലിനഃ ബലശാലിയായ അന്തക ഉരഗാത് അന്തകനാകുന്ന സർപ്പത്തിൽ നിന്ന് ഭീതം ഭയപ്പെട്ട് പ്രപന്നം തന്നെ വന്നാശ്രയിക്കുന്ന ജനത്തെ യഹ കശ്ചന യാതൊരു ഏകനായ ഈശഃ പരിപാതി ഈശ്വരൻ പരിപാലിക്കുന്നുവോ യത് ഭയാത് യാതൊരു ഈശ്വരന്റെ ഭയത്താൽ മൃത്യുഹു ആ മരണദേവത പ്രധാവതി തന്റെ കർത്തവ്യ വ്യഗ്രതയാൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നുവോ തം അരണം ആ ഈശ്വരനെ രക്ഷയ്ക്കായിക്കൊണ്ട് ഈ മഹേ ഞാൻ പ്രാപിച്ചുകൊള്ളുന്നു. ശരണാഗതന്മാരെ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ ആരാണോ, മൃത്യു പോലും ആരെ ഭയപ്പെട്ടാണോ തന്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നത്, ആ സർവശക്തനെ തന്നെ ആത്മരക്ഷയ്ക്കു വേണ്ടി ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഭാഗവതത്തിലെ മിക്കവാറും കഥകൾക്ക് ഒരു ആധ്യാത്മിക തത്വമുണ്ടാകും. അതിൽ ചിലതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത്. അതിലൊന്നാണ് ഈ ഗജേന്ദ്രമോക്ഷം കഥ. ഇതിൽ മുതല എന്നത് അജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. ഗജേന്ദ്രൻ എന്നത് ആത്മാവിന്റെ വിസ്മരണമാണ്. അപ്പോൾ ആത്മവിസ്മരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യം പറഞ്ഞു, ക്ഷീരസാഗരത്തിൽ ത്രികൂടം എന്ന പർവ്വതം ഉണ്ടായിരുന്നു. ഇത് ത്രിഗുണാത്മികയായ മായയാണ്. ഈ പർവ്വതത്തിന് 10,000 യോജന ഉയരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് മായയുടെ ശക്തി 10 ഇന്ദ്രിയങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇനി ആ ഗജേന്ദ്രൻ തടാകത്തിൽ കുളിക്കാൻ വന്നു എന്നത് ഓരോ ജീവനും ഓരോ തവണയും ഈ ലോകത്തിലേക്ക് വരുന്നതാണ്. ഇവിടെ തടാകം എന്നത് സംസാരമാണ്. സംസാരമാകുന്ന പ്രപഞ്ചമാകുന്ന ഈ തടാകത്തിൽ എല്ലാ ജീവനും ആനന്ദിക്കാൻ വരുന്നു. ഇവിടെ ഗജേന്ദ്രൻ ഗൃഹസ്ഥ പുരുഷന്മാരെ പോലെ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് പിടിയാനകളെ കുളിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് ഓരോ ഗൃഹസ്ഥന്റെയും ഗൃഹസ്ഥ ജീവിതം കൂടുതലും അവന്റെ രതിസുഖത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ ഈ കുടുംബത്തിൽ ബന്ധിതനായിട്ട് ജീവിക്കുമ്പോൾ തമോ ഗുണം എത്ര വർദ്ധിക്കുമെന്നും ദേഹാഭിമാനം എത്ര വർദ്ധിക്കുമെന്നും എങ്ങനെ അവനവനെ മറന്നുപോകുമെന്നും ആത്മവിസ്മരണം എങ്ങനെ ഉണ്ടായിപ്പോകുമെന്നും മനുഷ്യർ അറിയുന്നില്ല. കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിമുക്തനാകാൻ പിന്നെ അവന് സാധിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോരോ പ്രശ്നങ്ങൾ അവനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരിക്കും. കുട്ടികൾ ഉണ്ടായാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അത് മരണം വരെ തീരുന്നില്ല. അതായത് അവർ സ്വതന്ത്രരായി വേറെ ജീവിതം തിരഞ്ഞെടുത്ത് പോയാലും അച്ഛനമ്മമാർക്ക് അവരെ കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാകുന്നില്ല. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നാൽ അതാണ് ദുഃഖം. ഇങ്ങനെ എന്തിനും ദുഃഖം എന്ന രീതിയിലാണ്. അതാണ് പറഞ്ഞത്, ഭഗവാന്റെ മായയിൽ മോഹിച്ച് ഗജേന്ദ്രൻ തനിക്ക് വരാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച് ആലോചിച്ചില്ല. അപ്പോൾ ഈ അജ്ഞാനമാകുന്ന മുതല നമ്മെ പിടിച്ചിട്ട് 1000 സംവത്സരം എന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളായി ഇതേപോലെ നമ്മൾ വരുന്നു, മുതല പിടിക്കുന്നു, ഇങ്ങനെ കഷ്ടപ്പെടുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ ആ അജ്ഞാനവുമായി യുദ്ധം ചെയ്ത് 1000 വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ അനവധി കാലം കഴിഞ്ഞു. ഓരോ ജീവനും ഇങ്ങനെ അനന്തകാലം, ആദി മുതൽ അനന്തകാലം വരെ അജ്ഞാന ദശയിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. മുതലയ്ക്ക് ശക്തി വർദ്ധിക്കും എന്നതുപോലെ അജ്ഞാനത്തിന്റെ ശക്തിയും വർദ്ധിച്ചു വരും. ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിന്റെ വാസന കൊണ്ട് അനേകം തെറ്റുകൾക്ക് വഴി തെളിയിക്കുന്നു.
സംസാരികൾക്ക് അതിൽ നിന്ന് നിവൃത്തരാകാൻ ഒരിക്കലും കഴിയുന്നില്ല. അപ്പോൾ നമ്മളെ കുറിച്ചാണ് എത്രയോ ജന്മങ്ങളായി അജ്ഞാനത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന, അറിയാതെ ഭഗവാനെ അറിയുക എന്നൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിന് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ചാണ് ഗജേന്ദ്രമോക്ഷം കഥ പറയുന്നത്. ആ രീതിയിലും കൂടെ ഈ കഥ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഭാഗവതം കേട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നതിനെ കുറിച്ചൊരു ധാരണ ലഭിക്കുന്നത്. ജീവിതത്തിൽ തനിക്ക് ആശ്രയമാകും എന്ന് വിശ്വസിക്കുന്നവരൊക്കെ നമ്മളെ വിട്ടു പോയി കഴിയുമ്പോഴാണ് താൻ ഒറ്റയ്ക്കാണ്, തനിക്കിനി ആരും ആശ്രയമില്ല എന്നൊരു വിചാരമുണ്ടാവുന്നതും ആ സമയത്താണ് പലരും ഈശ്വര ചിന്തയിലേക്ക് തിരിയുന്നതും. അതിനെക്കുറിച്ചാണ് ഇവിടെ അവസാനം തനിക്കാരും ഒരാശ്രയമില്ല എന്ന് മനസ്സിലാക്കിയ ഗജേന്ദ്രൻ ഏതോ ഒരു പൂർവസ്മൃതിയാൽ ഭഗവാനെ ആശ്രയിക്കുന്നത്. ഈ ഒരു ശ്ലോകത്തോടെ അഷ്ടമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം അവസാനിച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ മന്വന്തര അനുവർണ്ണനെ ഗജേന്ദ്രോപാഖ്യാനെ ദ്വിതീയോ അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.